നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ മെയിൻലി ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് നമുക്ക് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കണം. SR, JK ആൻഡ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്ക് ആദ്യമേ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് നോക്കാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഒരു SR ലാച്ച് വിത്ത് NAND ഗേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. നമ്മൾ ഈ ആദ്യത്തെ ഫിഗർ നോക്കുക. ഇതാണ് SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. SR ലാച്ച് വിത്ത് NAND ഗേറ്റ് പഠിക്കുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം അടുത്ത പഠിക്കാനുള്ളത്, ആദ്യം നമ്മൾ NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിക്കുക. ഒരു NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്? 0 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. 0 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. 1 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. അടുത്തത് 1 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്ക് ഈ 3 കണ്ടീഷൻ വെച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 കിട്ടി. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടി. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. നമുക്ക് ജസ്റ്റ് കണ്ടീഷൻ ഇട്ട് കൊടുത്ത് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ 0 കൊടുത്തു, ഇവിടെ ഞാൻ 0 കൊടുത്തു. നമുക്കറിയാം ഒരു NAND ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നു? 1 കിട്ടും. അപ്പോൾ ഇവിടെയും 1 കിട്ടി, ഇവിടെയും 1 കിട്ടി. പക്ഷേ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇത് Q ആണ്, ഇത് Q ബാർ ആണ്. ഇവിടെ Q കിട്ടുന്നെങ്കിൽ ഇവിടെ Q ബാർ കിട്ടണം. എന്ന് വെച്ചാൽ ഇവിടെ 1 കിട്ടുന്നെങ്കിൽ ഇവിടെ 1 കിട്ടുന്നെങ്കിൽ ഇവിടെ എന്ത് കിട്ടണം? 0 കിട്ടണം. പക്ഷേ ഇവിടെ എന്താ കിട്ടിയത്? ഇവിടെയും 1 കിട്ടി, ഇവിടെയും 1 കിട്ടി. അതുകൊണ്ട് ഞാൻ എന്തെഴുതി? 0 0 കണ്ടീഷൻ വരുമ്പോൾ ഞാൻ എഴുതി നോട്ട് യൂസ്ഡ് കണ്ടീഷൻ എഴുതി. ഈ കണ്ടീഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്നത്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ 0 കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. നമുക്കറിയാം ഞാൻ ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് 1 കിട്ടി. ഈ 1 എന്ത് കയറി? ഇതിലേക്കൂടെ കയറി എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. നമുക്കറിയാം 1ഉം 1ഉം കിട്ടി. 1ഉം 1ഉം ഒരു NAND ഗേറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 0 കിട്ടും. അവിടെ അങ്ങനെ എന്ത് കിട്ടി? ഇവിടെയും 1 കിട്ടി, ഇവിടെ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം Q 1 ആണെങ്കിൽ Q ബാർ 0 ആയി. അതുപോലെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, ഞാൻ ഇവിടെ 1ഉം ഇവിടെ 0യും കൊടുക്കുമ്പോൾ Q 0യും Q ബാർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അടുത്ത കണ്ടീഷനുണ്ട്, ഒരു നെക്സ്റ്റ് കണ്ടീഷനാണ്, ഞാൻ 1ഉം 1ഉം എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ Qയും Q ബാറും എനിക്ക് എന്ത് കിട്ടും? മെമ്മറി സ്റ്റേറ്റ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഈ മെമ്മറി സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ S സ്റ്റാറിലും R സ്റ്റാറിലും ഞാൻ S സ്റ്റാറും R സ്റ്റാറും എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ ആദ്യം 0 1 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. എന്നിട്ടൊരു 10 സെക്കൻഡോ 5 സെക്കൻഡോ ഒരു സമയം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ഇൻപുട്ട് കൊടുത്തു? ഞാൻ 1 1 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. അപ്പം ഞാൻ 0 1 അല്ലെങ്കിൽ 1 0 അല്ലെങ്കിൽ 0 0 എന്ന് പറയുന്നുള്ള ഇൻപുട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് ഞാൻ 1 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നെങ്കിൽ എനിക്ക് എന്ത് സ്റ്റേറ്റാണ് കിട്ടുന്നത്? മെമ്മറി സ്റ്റേറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ 0 1 1 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ട് 1 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെമ്മറി സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ തൊട്ട് മുൻപ് കൊടുത്ത ഇൻപുട്ട് എന്താണോ, തൊട്ട് മുൻപ് കൊടുത്ത ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ടായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്? 1 1 കൊടുക്കുമ്പോൾ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് കൊടുത്തിരിക്കുന്നു? മെമ്മറി സ്റ്റേറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. ഇനി ഞാൻ അടുത്തത് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ SR ലാച്ച് വിത്ത് NAND ഗേറ്റിന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കുക, ഞാൻ ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇവിടെ ഒരു NAND ഗേറ്റ് കൊടുത്തു, ഇവിടെയും NAND ഗേറ്റ് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തു, ഞാൻ S എന്ന് കൊടുത്തു, ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ഞാൻ R എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്തതാണ് ഇവിടെ കൊടുത്തത്, ഞാനിവിടെ ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തു. ഈ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഹോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? ഞാൻ ഈ ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് മനസ്സിലായി കാണും, നമ്മൾ ആദ്യം പഠിച്ചത് SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. ഇതാണ് SR ലാച്ച് വിത്ത് NAND ഗേറ്റ്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്, S സ്റ്റാർ R സ്റ്റാർ Q ബാർ. എന്നിട്ട് അടുത്ത എന്താണ്? ഞാൻ അടുത്ത ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ S കൊടുത്തു, ഇവിടെ R കൊടുത്തു, ഇവിടെ ഞാൻ ക്ലോക്ക് കൊടുത്തു. ഇതാണ് ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബേസിക് സർക്യൂട്ട് ഡയഗ്രാം. നമുക്കിനി അതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പം നോക്കുക, നമ്മൾ ഈ S സ്റ്റാറിനെ നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതാം. ഇവിടെ S സ്റ്റാർ എന്ത് കിട്ടും? S സ്റ്റാർ ഈക്വൽ ടു S ഇൻറ്റു ക്ലോക്ക് ബാർ. എന്ന് വെച്ചാൽ S സ്റ്റാർ ഈക്വൽ ടു SA ഇൻറ്റു ക്ലോക്ക്. ഇവിടെ ഒരു NAND ഗേറ്റ് ഉണ്ടായതുകൊണ്ട് S ഇൻറ്റു ക്ലോക്ക് ബാർ. നമുക്കതിനെ ഡിമോർഗൻസ് തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. S ഇൻറ്റു ക്ലോക്ക് ബാർ ഈക്വൽ ടു S സ്റ്റാർ പ്ലസ് ക്ലോക്ക് ബാർ നമുക്ക് മാറ്റി എഴുതാം അക്കോർഡിംഗ് ടു ഡിമോർഗൻസ് തിയറം. അതുപോലെ തന്നെയാണ് അടുത്തത് ഞാൻ എഴുതുന്നു, R സ്റ്റാർ ഈക്വൽ ടു, നോക്കുക, R സ്റ്റാർ ഈക്വൽ ടു ക്ലോക്ക് ഇൻറ്റു
ക്ലോക്ക് ഡോട്ട് ആർ ദ ഹോൾ ബാർ. ഇത് എ ഡോട്ട് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള ഡിമോർഗൻസ് തിയറം വെച്ചിട്ട് മാറ്റി എഴുതുവാണ് ക്ലോക്ക് ബാർ പ്ലസ് ആർ ബാർ. ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് നോക്കാം. നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താലും നമ്മൾ ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതണം. 3 ടൈപ്പാണ്. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താലും നമുക്ക് ആദ്യം എഴുതേണ്ട ട്രൂത്ത് ടേബിൾ എഴുതണം. ട്രൂത്ത് ടേബിൾ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ എഴുതണം. അടുത്ത എഴുതുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഈ 3 കാര്യങ്ങളും എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് എഴുതുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം എഴുതേണ്ടത് ട്രൂത്ത് ടേബിൾ, പിന്നെ എഴുതേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ, നെക്സ്റ്റ് എഴുതേണ്ടത് എക്സൈറ്റേഷൻ ടേബിൾ. നമുക്ക് ട്രൂത്ത് ടേബിൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അടുത്ത് നോക്കുക, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു S കൊടുത്തു, R കൊടുത്തു. ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് ദിസ് റെപ്രസെൻറ്റ്സ് എഡ്ജ് ട്രിഗേർഡ്. എഡ്ജ് ട്രിഗറിങ് എന്നുള്ളത് നമുക്ക് പഠിക്കാനാണ് ഈ കാണുന്നത്. ഇതാണ് എഡ്ജ് ട്രിഗറിങ് മെക്കാനിസം. അപ്പോൾ ഇൻപുട്ട് S കൊടുത്തു, R കൊടുത്തു, ഒരു ക്ലോക്ക് കൊടുത്തു, ഇവിടെ ഒരു Q കൊടുത്തു, ഇവിടെ ഒരു Q ബാർ കൊടുത്തു. നോക്കുക. അടുത്തത് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ നോക്കുക. ട്രൂത്ത് ടേബിൾ നമുക്കറിയാം 3 ഇൻപുട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഇൻപുട്ടാണ്. നോക്കുക, ഈ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഇൻപുട്ടാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? ഞാൻ ആദ്യം ക്ലോക്കിന് 0 കൊടുത്തു. ക്ലോക്കിന് 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ നോക്കുക, ഇഫ് ക്ലോക്ക് ഈക്വൽ ടു 0, റൈറ്റ് സൈഡിൽ ആ ഇക്വേഷൻ ഇരിക്കും. നോക്കുക, ക്ലോക്ക് ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ എന്താണ്? S സ്റ്റാർ ഈക്വൽ ടു S ഇൻറ്റു ക്ലോക്ക് ബാർ എന്ന് വെച്ചാൽ ഇക്വേഷൻ നോക്കുക, S സ്റ്റാർ ഈക്വൽ ടു S ഇൻറ്റു ക്ലോക്ക് ബാർ. ഞാൻ ക്ലോക്കിന് 0 കൊടുക്കുകയാണ്. അപ്പോൾ S സ്റ്റാർ എന്ത് കിട്ടും? S സ്റ്റാർ ഈക്വൽ ടു S ബാർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതി പഠിക്കാം. ഞാനിവിടെ ക്ലോക്കിന് 0 കൊടുത്തു. ക്ലോക്കിന് 0 കൊടുത്തപ്പോൾ S ബാറിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. R സ്റ്റാറിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. കാരണം ഒരു NAND ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടെ ഏത് കണ്ടീഷനായി? 1 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടി. S സ്റ്റാറും 1, R സ്റ്റാറും 1. ഇപ്പോൾ Q ബാറും നമുക്ക് എന്ത് കിട്ടും? മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടി. നോക്കുക, ഇനി ട്രൂത്ത് ടേബിൾ നോക്കുക. ഞാൻ ക്ലോക്കിന് 0 കൊടുത്തു. എസ്സും ആറും അവിടെ ഡോൺ കെയർ കണ്ടീഷനാണ്. കാരണം എന്താ? ഞാനിവിടെ ഈ ക്ലോക്കിന് 0 കൊടുക്കുമ്പോൾ തന്നെ S സ്റ്റാറിനെയും R സ്റ്റാറിനെയും വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അതുകൊണ്ട് എസ്സിനും ആറിനും എന്ത് വാല്യൂ കൊടുത്താലും എസ്സും ആറും ഡോൺ കെയർ കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ക്ലോക്കിന് 0 കൊടുത്തു, എസ്സും ആറും ഡോൺ കെയർ കണ്ടീഷൻ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് Q ബാറും മെമ്മറി എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. അടുത്ത് നോക്കുക, അടുത്ത എല്ലാ കണ്ടീഷനിലും ഞാൻ ക്ലോക്കിന് 1 കൊടുത്തിരിക്കുകയാണ്. 5ാമത്തെ കണ്ടീഷനിലും ക്ലോക്കിന് 1 ആണ്, എഴുതാൻ വിട്ടുപോയതാണ്. നോക്കുക, ഞാൻ ക്ലോക്കിന് 1 കൊടുത്തു. ഇനി അടുത്ത എല്ലാ കണ്ടീഷനിലും ഞാൻ ക്ലോക്കിന് 1 കൊടുത്തിട്ട് നമ്മളുടെ സാധാരണ 2 ഇൻപുട്ട് 0 0 0 1 1 0 1 1 നമുക്ക് ആൻസറിനെ കിട്ടുമെന്ന് നോക്കാം. അടുത്ത് നോക്കുക, ഞാൻ ക്ലോക്കിന് 1 കൊടുത്തു. ഇനി നിങ്ങൾ ഇക്വേഷനിലോട്ട് പോകണം. ഞാൻ ഈ ഇക്വേഷനിൽ നോക്കുക, ഈ ഇക്വേഷനിൽ ഞാൻ ക്ലോക്കിന് 1 കൊടുത്തു. അപ്പോൾ ക്ലോക്ക് ബാർ എന്ത് കിട്ടും? ക്ലോക്ക് ബാർ ഈക്വൽ ടു 0 കിട്ടും. ഇവിടെയും ക്ലോക്കിന് 1 കൊടുക്കുമ്പോൾ ക്ലോക്ക് ബാർ ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടി? S സ്റ്റാർ ഈക്വൽ ടു S ബാർ, R സ്റ്റാർ ഈക്വൽ ടു S സ്റ്റാർ ഈക്വൽ ടു S ബാറും R സ്റ്റാർ ഈക്വൽ ടു R ബാറും. ഇവിടെ നമ്മൾ S ബാർ നമ്മൾ എസ്സിന് എന്താ വാല്യൂ കൊടുത്തത്? 0. അപ്പം S ബാർ എന്ത് കിട്ടും? 1 കിട്ടും. ആറിന് എന്ത് വാല്യൂ കൊടുത്തു? 0. R ബാറിന് എന്ത് വാല്യൂ കിട്ടും? R ബാറിന് 1 കിട്ടും. നോക്കുക, അപ്പോൾ നമുക്കറിയാം വീണ്ടും നമുക്ക് പഴയ കണ്ടീഷനിൽ കിട്ടി. 1 1 എന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് എന്ത് കിട്ടി? മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടി. നോക്കുക, നമ്മൾ S സ്റ്റാറിനെയും R സ്റ്റാറിനും ട്രൂത്ത് ടേബിൾ നോക്കുക. 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q ബാറും മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എസ്സും ആറും 0 0 കൊടുക്കുമ്പോൾ Q ബാറിന് വാല്യൂ എന്ത് കിട്ടി? മെമ്മറി കിട്ടി. വീണ്ടും നോക്കുക, S 0 R 1. അടുത്ത കണ്ടീഷൻ ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. S 0 R 1. നോക്കുക, ക്ലോക്കിന് ഞാൻ 1 കൊടുത്തു. അടുത്ത കണ്ടീഷൻ ക്ലോക്കിന് 1 കൊടുക്കുമ്പോൾ ക്ലോക്ക് ബാർ എന്ത് കിട്ടി? 0 കിട്ടി. ഇത് 0. ക്ലോക്ക് ബാർ എന്ത് കിട്ടി? ഇത് 0. അടുത്തത് എസ് ബാറിന് എസ്സിന് 0 നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ്സിന് 0 ആറിന് 1. എസ്സിന് 0 ആകുമ്പോൾ എസ് ബാർ ഈക്വൽ ടു എന്ത് കിട്ടി? 1 കിട്ടി. ആർ ബാർ എന്ത് കിട്ടി? 0 കിട്ടി. 1ഉം 0. എസ്സിന് 1 ആറിന് 0. നോക്കുക, അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് S സ്റ്റാറിൻ്റെ കണ്ടീഷൻ എന്ത് കിട്ടും?
സീറോയും 1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 0 എന്ന് പറയുന്ന 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടും. അടുത്ത കണ്ടീഷൻ നോക്കുക. ഞാൻ ക്ലോക്കിന് 1 കൊടുത്തിട്ട് S = 1 R = 0 കൊടുത്തു. S = 1 നമുക്ക് ഇക്വേഷൻ നോക്കാം. S = 1 R = 0. അപ്പോൾ S ബാർ എന്ത് കിട്ടും? S ബാർ = 0 കിട്ടും. R ബാർ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പം S സ്റ്റാർ 0 കിട്ടി, R സ്റ്റാർ 1 കിട്ടി. നോക്കുക, S സ്റ്റാർ 0യും S സ്റ്റാർ 0യും R സ്റ്റാർ 1. നോക്കുക, S സ്റ്റാർ 0യും R സ്റ്റാർ 1. എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 0 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടി. അതാണ് ഫോർത്ത് കണ്ടീഷൻ, നമുക്ക് 1 0 കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കുക, 1 1 എന്നുള്ള കണ്ടീഷൻ. ഞാൻ 1 1 എന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് ഈ കണ്ടീഷൻ നോക്കുക, S സ്റ്റാർ = 0 R സ്റ്റാർ = 0. നോക്കുക, 1 1 കണ്ടീഷൻ ആകുമ്പോൾ S സ്റ്റാർ 0 ആയി, R സ്റ്റാർ 0 ആയി. നോക്കുക, S ബാർ 0 ആയി, R സ്റ്റാർ 0 ആയി, R ബാർ 0. അങ്ങനെ എന്താണ്? S സ്റ്റാർ 0 കിട്ടി, R സ്റ്റാറും 0 കിട്ടി. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 0 0 എന്ന കണ്ടീഷൻ വരുമ്പോൾ 0 0 എന്ന കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ നമുക്ക് കണ്ടീഷനാണ് നോട്ട് യൂസ്ഡ് കണ്ടീഷൻ. അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഞാനിവിടെ. അപ്പം എസ് ആർ നമുക്ക് എന്ത് കിട്ടി? നോട്ട് യൂസ്ഡ് എന്ന കണ്ടീഷൻ നമുക്ക് കിട്ടി. S = 1 R = 1. അങ്ങനെയാണ് നോട്ട് യൂസ്ഡ് കണ്ടീഷൻ വന്നിരിക്കുന്നത്. അടുത്ത് നോക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതുന്നത് വളരെ എളുപ്പമാണ്. നമുക്കിതിനകത്ത് ഈ ക്യൂവും ക്യൂ ബാറും മാറ്റിയിട്ട് QN+1 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തു. ക്യൂവും ക്യൂ ബാറും മാറ്റിയിട്ട് QN+1 എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഇതിനകത്ത് ക്യൂവും ക്യൂ ബാറും എന്നുള്ള മാറ്റിയിട്ട് ഞാനിവിടെ എന്തെഴുതി? QN+1 എന്ന് എഴുതി. QN+1. ഇത് നമുക്ക് സിമ്പിളായിട്ട് ട്രൂത്ത് ടേബിൾ കിട്ടി. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ ട്രൂത്ത് ടേബിൾ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് എഴുതാൻ പറ്റും. ആ സമയത്ത് എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളിൽ നിന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. നോക്കുക, ട്രൂത്ത് ടേബിൾ QN+1 എന്താ കിട്ടി? ഇവിടെ QN. നമ്മൾ നോക്കുക, മെമ്മറി സ്റ്റേറ്റിന് നമ്മൾ QN എന്ന് പറയും, എന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റിന് നമ്മൾ QN+1 എന്ന് പറയും. അതുകൊണ്ടാണ് മെമ്മറി QN 0 1 അടുത്ത് എന്തെഴുതി? ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് എഴുതി. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. അടുത്ത് നോക്കുക, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എഴുതി. നോക്കുക, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എഴുതി. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. അപ്പോൾ എഴുതുന്നത് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതാൻ പോവുക. നോക്കുക, ക്ലോക്ക് S R QN+1. അപ്പോൾ നമ്മൾ ആദ്യം ട്രൂത്ത് ടേബിൾ ഒന്ന് മാറ്റി എഴുതി. മെമ്മറി സ്റ്റേറ്റിന് ഞാൻ QN എന്ന് എഴുതി, മെമ്മറി സ്റ്റേറ്റിന് വീണ്ടും QN എന്ന് എഴുതി, ലാസ്റ്റ് സ്റ്റേറ്റിന് ഇൻവാലിഡ് എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതാൻ പോകുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഇൻപുട്ട് 3 ഇൻപുട്ടുണ്ട്. QN-ഉം S-ഉം R-ഉം വരും. നമ്മളിവിടെ നോക്കുമ്പോൾ ക്ലോക്കും S-ഉം R-ഉം ആണ്. എന്നാൽ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതുമ്പോൾ QN S R വരും. നോക്കുക, QN S R. 3 ഇൻപുട്ട്. നമ്മൾ 3 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം 3 ഇൻപുട്ട് ഉണ്ടെങ്കിലുള്ള കണ്ടീഷൻ ആയിരുന്നു 0 to 7 വരെ. എന്ന് വെച്ചാൽ ഇവിടെ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ആൻഡ് 1 1 1. ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എഴുതുന്നത്. ഇനി അടുത്ത് നമുക്കറിയാം എങ്ങനെയാണ് നമുക്കിവിടെ QN+1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. നോക്കുക, ഇനി നമ്മൾ ട്രൂത്ത് ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുക. S-നും 0 R-നും 0 QN+1 എന്ത് കിട്ടുന്നു? ഈ കണ്ടീഷൻ നോക്കുക, ഈ കണ്ടീഷൻ നോക്കുക. S-നും 0 R-നും 0 QN+1 എന്ത് കിട്ടുന്നു? QN കിട്ടുന്നു. കണ്ടീഷൻ നോക്കുക, S-നും 0 കിട്ടി, R-നും 0 കിട്ടി. QN+ നമ്മൾ എന്ത് കിട്ടുന്നു? QN എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി കമ്പയർ ചെയ്ത് നോക്കുക, ഇവിടെ എന്ത് കിട്ടി? S-നും 0. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, S-നും 0 നോക്കുക, S-നും 0 R-നും 0. QN+1 എന്ത് കിട്ടും? നമുക്ക് QN എന്ന് കിട്ടും. എന്താണ് QN? ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? 0 കിട്ടി. അതുകൊണ്ടായിരിക്കും അവിടെ ഔട്ട്പുട്ട് എന്ത് QN+1 എന്ത് കിട്ടി? ഇവിടെ 0 കിട്ടി. അടുത്ത് നോക്കുക, 0 1. S-നും 0 R-നും 1. നോക്കുക, S-ന് 0 R-ന് 1. S-ന് 0 R-ന് 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? QN+1 0 കിട്ടി. അടുത്ത കണ്ടീഷൻ നോക്കുക, S-ന് 1 R-ന് 0. ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 കിട്ടി. നോക്കുക, ഇവിടെ S-ന് 0 R-ന് 1. QN+1 എന്ത് കിട്ടി? 0 കിട്ടി. S-ന് 1 R-ന് 0. QN+1 എന്ത് കിട്ടി? 1 കിട്ടി. അടുത്ത കണ്ടീഷൻ നോക്കുക, എങ്ങനെയാണ് അവിടെ ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡോണ്ട് കെയർ കണ്ടീഷൻ. നോക്കുക,
എസ്സിന് 1ഉം ആറിന് 1ഉം കിട്ടുമ്പോൾ നമുക്കറിയാം Qn+1 എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റാണ്. നോക്കുക, എസ്സിന് 1 ആറിന് 1 കൊടുക്കുമ്പോൾ Qn+1 എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റ്. അത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. വീണ്ടും അതുപോലെ അടുത്ത കണ്ടീഷൻ എസ്സിന് 0 ആറിന് 0. നോക്കുക, S=0, S=0, R=0. Qn+1 എന്താണ് കിട്ടുന്നത്? നമുക്ക് Qn എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ Qn എന്താണ്? 1 ആണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടി. വീണ്ടും ബാക്കി കണ്ടീഷനിൽ പഴയതുപോലെ തന്നെയാണ്. എസ്സിന് 0 ആറിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? Qn+1 0 കിട്ടുന്നു. എസ്സിന് 1 ആറിന് 0 Qn+1 1 കിട്ടുന്നു. 1ഉം 1ഉം കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മെമ്മറി സ്റ്റേറ്റ് കിട്ടുന്നു. ഇനി അടുത്തത് നമ്മൾ ഈ Qn+1ൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുവാണ്. നമുക്കറിയാം Qn+1 ട്രൂത്ത് ടേബിൾ Qn+1 ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ 3 ഇൻപുട്ടാണ് Qn, S, R. 3 ഇൻപുട്ട് Qn, S, R. എന്നുവെച്ചാൽ നമ്മൾ 0 1 0 0 0 1 1 1 1 0. അതിനകത്ത് നമ്മൾ ഈ 3 ഗ്രൂപ്പ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തിയിരിക്കുന്നത് ഡോൺ കെയർ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് 2 ഗ്രൂപ്പ് വരും. 2 ഗ്രൂപ്പ് നമുക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആൻസർ നമുക്ക് എസ് എന്ന് കിട്ടും. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെത് നമുക്ക് Qn R ബാർ എന്ന് കിട്ടും. അത് നമുക്ക് നോക്കി എഴുതിയാൽ മതി. കെ മാപ്പിംഗ് ഓട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കെ മാപ്പ് ഫോർ Qn+1 നമ്മൾ എഴുതി. അടുത്തതാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഈ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ എഴുതുന്നത് എപ്പോഴും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വഴിയായിരിക്കും നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത്. നോക്കുക, ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് Qn-ഉം Qn+1ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. നോക്കുക, ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇൻപുട്ട് നോക്കുക Qn ആൻഡ് Qn+1, ഔട്ട്പുട്ട് നോക്കുക S ആൻഡ് R. നമുക്ക് കുറേ കണ്ടീഷൻസ് കിട്ടുന്നു. എങ്ങനെ കിട്ടുമെന്ന് നോക്കുക. അപ്പം എപ്പോഴും ഓർക്കേണ്ടത് ഈ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഇൻപുട്ട് Qn-ഉം Qn+1ഉം ഇതാണ് ഇൻപുട്ട്. എന്നാൽ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഔട്ട്പുട്ട് S ഉണ്ട് ഔട്ട്പുട്ട്, R ഉണ്ട് ഔട്ട്പുട്ട്. ഇനി നോക്കുക, നമുക്ക് പഠിക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് അടുത്ത കണ്ടീഷൻ വരുന്നത്. അടുത്ത് നോക്കുക, ഞാനിവിടെ Qn-ന് 0 കിട്ടി, Qn+1ന് 0 കിട്ടി. എസിൻ്റെ ആറിൻ്റെ വാല്യൂ നോക്കുക. Qn-ഉം 0 Qn+1 0. S എന്ത് കിട്ടി? 0 കിട്ടി. വീണ്ടും Qn-ഉം 0 Qn+1 0. S എന്ത് കിട്ടി? R കിട്ടി. പക്ഷേ അവിടെ എന്താണ് പ്രശ്നം? ആറിന് 0 ഉണ്ട്, ആറിന് 1ഉം കിട്ടി. അപ്പോൾ നമുക്കറിയാം Qn 0, Qn+1 0, എസ്സിന് 0 തന്നെ കിട്ടി. പക്ഷേ ആറിന് എന്ത് കിട്ടി? ഡോൺ കെയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുക, എസ്സിന് 0, ആറിന് 0, Qn-ന് 0, Qn+1ന് 0, എസ്സിൻ്റെ വാല്യൂ 0 എന്നും ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഡോൺ കെയർ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ കിട്ടി. അടുത്ത കണ്ടീഷൻ നോക്കുക, 0 1. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. Qn-ഉം 0, Qn+1 1. Qn ഇവിടെ 0 കിട്ടി, Qn+1 ഇവിടെ 1 കിട്ടി. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് വേറെ കണ്ടീഷൻ ഉണ്ടോ നോക്കുക. Qn 0, Qn+1 1. അങ്ങനെ ഒരു കണ്ടീഷൻ വേറെ കാണുന്നില്ല. വേറെ കാണാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? Qn 0, Qn+1 1 ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1ഉം 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ കിട്ടി. നോക്കുക, 1 0 കണ്ടീഷൻ കിട്ടി. അടുത്ത കണ്ടീഷൻ നോക്കുക, Qn 1, Qn+1 0. Qn 1, Qn+0. നോക്കുക, Qn 1, Qn+1 0. അപ്പോൾ എസ്സിൻ്റെ വാല്യൂ 0 കിട്ടി, ആറിൻ്റെ വാല്യൂ 1 കിട്ടി. നോക്കുക, എസ്സിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 0. അടുത്ത കണ്ടീഷൻ Qn 1, Qn+1 0 കിട്ടുമ്പോൾ Qn 1ഉം നോക്കുക, Qn 1ഉം Qn+1 0 കിട്ടുമ്പോൾ എസ്സിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ എസ്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1. നോക്കുക, എസ്സിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 1. കറക്റ്റാണ്. എസ്സിൻ്റെ വാല്യൂ 0, ആർ വാല്യൂ 1. അടുത്ത കണ്ടീഷൻ നോക്കുക, Qn 1, Qn+1 1. നോക്കുക, ഇവിടെ 2 കണ്ടീഷനുണ്ട്. Qn 1, Qn+1 1. ഇവിടെയും Qn 1, Qn+1 1. 2 കണ്ടീഷൻ ഏതൊക്കെയാണ്?
0 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ എസ്സിന് 0 കിട്ടുന്നു 1 കിട്ടുന്നു, എന്നാൽ ആറിന് എന്ത് കിട്ടുന്നു? 0 മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്കറിയാം. അപ്പോൾ എസ്സിൻ്റെ കണ്ടീഷൻ ഡോൺ കെയറും ആറിൻ്റെ കണ്ടീഷൻ 0 കിട്ടും. ട്രൂത്ത് ടേബിൾ നോക്കുക. എസ്സിൻ്റെ കണ്ടീഷൻ ഡോൺ കെയറും ആറിൻ്റെ കണ്ടീഷൻ 0. അപ്പോൾ നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.